നമസ്കാരം. എക്സ് ഷോറൂം വില 50,000 രൂപ കൊടുത്ത് നമുക്കൊരു ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കാൻ സാധിക്കുമോ? ഇത്രയും കാലം നമുക്കതിന് സാധിക്കില്ലായിരുന്നു അല്ലേ? പക്ഷെ ഇനി മുതൽ നമുക്കത് സാധിക്കും. അതും TVS എന്ന കമ്പനിയുടെ ഈയിടെ ലോഞ്ച് ചെയ്ത ഓർബിറ്റർ V1 എന്ന അവരുടെ ഏറ്റവും പുതിയ വേരിയന്റ്. കഴിഞ്ഞ വർഷമാണ് ഇവരുടെ ഓർബിറ്റർ V2 ലോഞ്ച് ചെയ്തത്. അതിൽ നിന്നും ഓർബിറ്റർ V1ലേക്ക് വരുമ്പോൾ കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് ബാറ്ററി പാക്കിൽ മാത്രമാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഇവർക്ക് ഈ വണ്ടി 50,000 രൂപയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. BaaS ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ് എന്ന സിസ്റ്റത്തിലൂടെയാണ് എക്സ് ഷോറൂം വില 49,999 രൂപയ്ക്ക് TVS ഓർബിറ്റർ V1 എന്ന വണ്ടി ഇവർക്ക് കസ്റ്റമേഴ്സിന് നൽകാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ ഈ ബാസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുമായിരിക്കും. പല കമ്പനികളും അവരുടെ വണ്ടികൾ ഇപ്പോൾ അത്തരത്തിൽ വിൽപ്പന നടത്തുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ബാറ്ററി ഇല്ലാതെ വണ്ടി വാങ്ങിക്കുന്നു, എന്നിട്ട് ബാറ്ററിയുടെ കാശ് ഇവരുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ പ്രകാരം ഓരോ മാസവും അടച്ചു കൊടുക്കുന്നു. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ ബാറ്ററി നമ്മുടെ സ്വന്തമാവും. TVS ഓർബിറ്റർ V1ന്റെ ബാറ്ററി ഇല്ലാതെയുള്ള എക്സ് ഷോറൂം വിലയാണ് 49,999 രൂപ. അത്തരത്തിൽ നമ്മൾ ഈ വണ്ടി വാങ്ങിയതിന് ശേഷം ബാറ്ററിയുടെ വില മാസാമാസം അടച്ചു കൊടുത്ത് വണ്ടി മൊത്തമായിട്ട് സ്വന്തമാക്കണം. ബാറ്ററി അടക്കമുള്ള ഈ വണ്ടിയുടെ എക്സ് ഷോറൂം വില വരുന്നത് 84,500 രൂപയാണ്. എന്ന് വെച്ചാൽ ബാറ്ററിക്ക് നമ്മൾ നൽകുന്നത് 34,500 രൂപ. ഇത്രയും കാശ് നമ്മൾ ഓരോ മാസവും 862 രൂപ വെച്ച് 5 വർഷത്തേക്ക് അടയ്ക്കണം. 5 വർഷങ്ങൾക്ക് ശേഷം ബാറ്ററി നമുക്ക് സ്വന്തമാവും. ഈ ബാറ്ററിക്ക് 5 വർഷം അല്ലെങ്കിൽ 70,000 കിലോമീറ്റർ വാറന്റിയും ഇവർ നമുക്ക് നൽകുന്നുണ്ട്. അതായത് നമ്മൾ മാസാമാസം കാശടയ്ക്കുന്ന ഈ ഒരു കാലയളവില്. അതേപോലെ ബാറ്ററിക്ക് മാസാമാസം നമ്മൾ നൽകുന്ന 862 രൂപയ്ക്ക് എത്ര കിലോമീറ്റർ സഞ്ചരിക്കാം എന്ന ലിമിറ്റൊന്നുമില്ല കേട്ടോ. അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് ആണ്. എത്ര വേണമെങ്കിലും നമുക്ക് സഞ്ചരിക്കാം. അങ്ങനെ ഞാൻ എടുത്തു പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല കേട്ടോ. ചില കമ്പനികൾ നൽകുന്ന ബാസ് സിസ്റ്റത്തിൽ ഒരു മാസം ഒരു നിശ്ചിത കിലോമീറ്ററിന് മുകളിൽ നമ്മൾ ഓടിയാൽ ഓട്ടത്തിനനുസരിച്ച് ഓരോ കിലോമീറ്ററിനും നമ്മൾ കൂടുതൽ കാശ് നൽകണം. അതിനു പുറമെ മാസമാസം നമ്മൾ റെന്റും നൽകണം. ഓരോ കമ്പനികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ്. അതിലെല്ലാം ഒരുപാട് തലവേദനയും ബുദ്ധിമുട്ടും, അതായത് പേഴ്സണലി എനിക്ക് അങ്ങനെ തോന്നിയിരുന്നെങ്കിലും TVS ഓർബിറ്ററിന്റെ ഈ ഒരു ബാറ്ററി ആസ് എ സർവീസ് സിസ്റ്റത്തിൽ വലിയൊരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നുന്നില്ല. ഈസി ആയിട്ട് നമുക്ക് അടച്ചു പോകാൻ സാധിക്കും. എക്സ് ഷോറൂം വില 50,000 രൂപ നമ്മൾ കൊടുക്കുന്നു. അതിന്റെ കൂടെ ടാക്സ്, ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ എത്രയാണോ വരുന്നത് അത് അടയ്ക്കുന്നു. എന്നിട്ട് ബാറ്ററിക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ മാസാമാസം 862 രൂപ 5 വർഷത്തേക്ക് അടയ്ക്കുന്നതോടുകൂടി പൂർണ്ണമായും പിന്നെ ബാറ്ററി അടക്കമുള്ള വണ്ടി നമ്മുടെ സ്വന്തമാവുന്നു. TVS ഇതുവരെ ഇറക്കിയതിൽ വെച്ച് ഏറ്റവും വില കുറവുള്ള വണ്ടിയാണ് ഓർബിറ്റർ V1. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, 84,500 രൂപയാണ് എക്സ് ഷോറൂം വില. എന്ന് വെച്ചാൽ ഓൺ ദ റോഡ് വില ഏകദേശം നമ്മൾ 1 ലക്ഷം രൂപയ്ക്കടുത്ത് നൽകേണ്ടി വരും. ഇവരുടെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓർബിറ്റർ V2ന് ഓൺ ദ റോഡ് വില ഏകദേശം 1,20,000 രൂപയ്ക്കടുത്ത് നൽകണമായിരുന്നു. എന്ന് വെച്ചാൽ 20,000 രൂപയോളം V1ന് കുറയണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ കാര്യമായ മാറ്റം വന്നിരിക്കുന്നത് ബാറ്ററി പാക്കിൽ മാത്രമാണ്. ഓർബിറ്റർ V2ന്റെ ബാറ്ററി കപ്പാസിറ്റി 3.1 kWh ആയിരുന്നെങ്കിൽ V1ന്റെ ബാറ്ററി കപ്പാസിറ്റി 1.8 kWh മാത്രമാണ്. എന്ന് വെച്ചാൽ 1.3 kWhന്റെ കുറവുണ്ടെന്നർത്ഥം. അപ്പൊ തീർച്ചയായിട്ടും റേഞ്ചിലും നല്ല കുറവുണ്ടാവും അല്ലെ? ഈ ഓർബിറ്റർ V1ൽ 86 കിലോമീറ്റർ IDC റേഞ്ചാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. നമ്മുടേതായ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത്, അതായത് റിയൽ വേൾഡ് റേഞ്ച് അത്രയൊന്നും കിട്ടില്ലെന്ന് തീർച്ചയാണ്. ഒരു ഫുൾ ചാർജിൽ ഏകദേശം 60 മുതൽ 65 കിലോമീറ്റർ റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ V1ൽ ബാറ്ററി ചാർജിംഗ് ടൈം നല്ല രീതിയിൽ കുറഞ്ഞിട്ടുമുണ്ട്. തീർച്ചയായിട്ടും ബാറ്ററി കപ്പാസിറ്റി കുറവാണല്ലോ. 0 മുതൽ 80% ചാർജ് ചെയ്യാൻ ഓർബിറ്റർ V2ൽ ഏകദേശം 4 മണിക്കൂർ 10 മിനിറ്റായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷെ V1ൽ 0 മുതൽ 80% ചാർജ് ചെയ്യാൻ 2 മണിക്കൂർ 20 മിനിറ്റ് മാത്രം മതി. ഇനി നമ്മൾ മോട്ടോറിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ നോമിനൽ പവർ 1.8 കിലോവാട്ട് നൽകാൻ സാധിക്കുന്ന BLDC ഹബ് മോട്ടറാണ് ഓർബിറ്റർ V1ലും V2ലും കൊടുത്തിരിക്കുന്നത്. അതേപോലെ വണ്ടിയുടെ കളർ ഓപ്ഷൻസ് കുറവാണ് കേട്ടോ V1ൽ. ഓർബിറ്റർ V2 നമുക്ക് 6ഓളം കളറുകളിൽ ലഭിക്കുമായിരുന്നെങ്കിലും V1 നമുക്ക് ലഭിക്കുന്നത് 2 കളറുകളിൽ മാത്രമാണ്. അതേപോലെ ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ V2ൽ ലഭിക്കുന്ന ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും നമുക്ക് V1ലും ലഭിക്കുന്നുണ്ട്. 843 മില്ലിമീറ്റർ ഫ്ലാറ്റ് സീറ്റ് ഹൈറ്റ് ആണ്. 290 മില്ലിമീറ്റർ ആണ് ഫ്ലോർ ബോർഡ്. 34 ലിറ്ററിന്റെ ബൂട്ട് സ്പേസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം വലുതാണ്. ഈ ബൂട്ട് സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നീളത്തിലാണ്. അതുകൊണ്ട് തന്നെ 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്കതിൽ ഈസി ആയിട്ട് വെക്കാൻ സാധിക്കും. 5.5 ഇഞ്ചസിന്റെ കളർ LCD ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഇൻകമിംഗ് കോൾ അലേർട്ട്, സ്റ്റാൻഡേർഡ് റൈഡ് ഇൻഫർമേഷൻ, കണക്ടിവിറ്റി ഫീച്ചേഴ്സ്,
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഭ്യമാണ്. പിന്നെ USB ചാർജിങ് സ്ലോട്ട് മുന്നിൽ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ വെക്കാനുള്ള ഒരു ഹോൾഡറും ഉണ്ട്. ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ്. പിന്നെ ക്രാഷ് അലേർട്ട്, തെഫ്റ്റ് അലേർട്ട്, ജിയോ ഫെൻസിംഗ്, ടൈം ഫെൻസിംഗ്, ഹിൽ ഹോൾഡ്, ക്രൂസ് കൺട്രോൾ, പാർക്ക് അസിസ്റ്റ്, ടേൺ ബൈ ടേൺ നാവിഗേഷൻ, ഈ ഫീച്ചേഴ്സ് എല്ലാം V1-ൽ ലഭ്യമാണ്. എക്കോ, പവർ എന്നീ 2 റൈഡിംഗ് മോഡുകളാണ് ഓർബിറ്റർ V1-ൽ കൊടുത്തിരിക്കുന്നത്. 68 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. നല്ല ആക്സിലറേഷനും ടോർക്കും പെർഫോമൻസും ഒന്നും ഒരിക്കലും ഇത്തരം മോട്ടോർ പവർ കുറഞ്ഞ വണ്ടികൾ നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അതെല്ലാം ആദ്യമേ മനസ്സിലാക്കി വേണം നമ്മൾ ഇത്തരത്തിലുള്ള വണ്ടികൾ വാങ്ങിക്കാൻ. 0 മുതൽ 40 km/h സ്പീഡ് മറികടക്കാൻ 6.8 സെക്കൻഡ്സ് ആണ് വേണ്ടത്. അത് സത്യം പറയുകയാണെങ്കിൽ ഭയങ്കര സ്ലോ ആണ്. ഈ TVS ഓർബിറ്ററിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ കുറഞ്ഞ മോട്ടോർ പവറിനെ കുറിച്ചും ബാറ്ററി കപ്പാസിറ്റിയെ കുറിച്ചും കമ്പനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ വണ്ടി സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള വണ്ടിയാണെന്നാണ് അവർ പറയുന്നത്. എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് ഇത്രയും പവറും ഇത്രയും റേഞ്ച് മതിയാകുമെന്നാണ് കമ്പനി പറയാതെ പറയുന്നത്. റേഞ്ചിന്റെ കാര്യത്തിൽ മുഴുവനായിട്ടില്ലെങ്കിലും ഒരു പരിധി വരെ ഇവരോട് നമുക്ക് യോജിക്കാൻ സാധിക്കും. കാരണം ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ടും അത്യാവശ്യം കടയിലൊക്കെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാനും അത്തരത്തിലൊക്കെ ഒരു ദിവസം 30 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്ററിൽ താഴെ ഓടുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ സിറ്റിയിൽ മാത്രം ഉപയോഗിക്കാനുള്ള ഒരു സെക്കൻഡറി വണ്ടിയായിട്ട് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ ഇവരോട് യോജിക്കാൻ സാധിക്കാത്തത് മോട്ടോർ പവറിന്റെ കാര്യത്തിലാണ്. സിറ്റിയിൽ കയറ്റങ്ങൾ ഉണ്ടാവില്ല എന്ന് കമ്പനി ഒരിക്കലും കരുതരുത്. ഇത് കേരളമാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ പോലത്തെ വല്ല സിറ്റിയുമായിരിക്കണം. 1.8 കിലോവാട്ട് നോമിനൽ മോട്ടോർ പവറുള്ള ഒരു സ്കൂട്ടറിൽ 100 കിലോഗ്രാമിനും മുകളിൽ ഭാരം, അതായത് ഒരു 2 പേര് വെച്ച് ഒരു കയറ്റത്തിൽ നിർത്തിയെടുക്കേണ്ടി വന്നാൽ ലേശം ബുദ്ധിമുട്ടോടുകൂടി കയറി പോകുമെങ്കിലും അതൊരിക്കലും റെക്കമെൻഡബിൾ അല്ല. പ്രത്യേകിച്ച് 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു വണ്ടിയുടെ കാര്യത്തിൽ. സിറ്റിയിൽ കയറ്റങ്ങളൊന്നും ഉണ്ടാവില്ല എന്നത് തെറ്റായ ഒരു ധാരണയാണ്. നിങ്ങളിപ്പം വീഡിയോയിൽ കാണുന്ന ഈ ഒരു ഹിൽ ക്ലൈം ടെസ്റ്റ് ഞാൻ ഓർബിറ്റർ V2-ൽ കഴിഞ്ഞ വർഷം നടത്തിയതാണ്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഇത് കോഴിക്കോട് ഈസ്റ്റ് ഹിൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. കോഴിക്കോട് ടൗണിൽ നിന്നും ഏകദേശം ഒരു 6 കിലോമീറ്റർ താഴെ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. അതായത് സിറ്റി പരിധിയിൽ തന്നെ. ഇതുപോലെയുള്ള പല സ്ഥലങ്ങളും കോഴിക്കോട് സിറ്റിയിലുണ്ട്. അവിടെയെല്ലാം ഒരുപാട് പേര് താമസിക്കുന്നുമുണ്ട്. എന്ന് വെച്ചാൽ അവരൊക്കെ സിറ്റിയിലാണെങ്കിലും കയറ്റങ്ങളുള്ള സ്ഥലത്താണ് താമസിക്കുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ കുറഞ്ഞ മോട്ടോർ പവറിൽ നിർമ്മിച്ച് ഇത് സിറ്റിയിൽ മാത്രം ഓടിക്കാനുള്ള വണ്ടിയാണെന്ന് ദയവ് ചെയ്ത് പറയരുത്. പരന്ന സ്ഥലങ്ങളിൽ മാത്രം ഓടിക്കാനുള്ള വണ്ടിയാണെന്ന് പറയണം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂർ പോലെയുള്ള കയറ്റങ്ങളില്ലാത്ത സിറ്റി ആയിരിക്കണം. നമ്മളിപ്പോൾ സംസാരിച്ച ഈയിടെ ഇറങ്ങിയ ഓർബിറ്റർ V1 ബാസ് സിസ്റ്റത്തിൽ ലഭിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഓർബിറ്റർ V2-ഉം ഇതേ രീതിയിൽ ബാസ് സിസ്റ്റത്തിൽ തന്നെ അവർ നൽകുന്നുണ്ട്. 3.1 കിലോവാട്ട് അവർ ബാറ്ററി പാക്കും അതുപോലെ തന്നെ ഏകദേശം 100 കിലോമീറ്ററോളം റേഞ്ച് ലഭിക്കുന്ന ആ ഒരു മോഡൽ എക്സ് ഷോറൂം വില 59,664 രൂപയ്ക്ക് നമുക്ക് ലഭിക്കും. വണ്ടി മാത്രമാണ് ലഭിക്കുന്നത്. എന്നിട്ട് മാസാമാസം 1,155 രൂപ 5 വർഷത്തേക്ക് അടച്ച് ബാറ്ററിയും നമുക്ക് സ്വന്തമാക്കാം. ഇതും അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സ് തന്നെയാണ്. ഓർബിറ്റർ V1-ന് ലഭിച്ച പോലെ അതേ വാറണ്ടിയും ഇതിനും ലഭിക്കും. നമ്മൾ ഇതുവരെ സംസാരിച്ച ബാസ്, അതായത് ബാറ്ററി ആസ് എ സർവീസ്, ഈ ഒരു സിസ്റ്റം TVS അവതരിപ്പിച്ചിരിക്കുന്നത് ഓർബിറ്ററിന് മാത്രമല്ല കേട്ടോ. TVSന്റെ എല്ലാ ഇലക്ട്രിക് സ്കൂട്ടറും, അതായത് TVS iQube-ന്റെ 4 വേരിയന്റുകളും നിങ്ങൾക്ക് ബാസ് സിസ്റ്റത്തിൽ വാങ്ങിക്കാം. പക്ഷെ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്നത് ഓർബിറ്ററിനെ കുറിച്ചാണെന്ന് മാത്രം. എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വലിയ കയറ്റങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുന്നവരും ഒരു ദിവസം 50 കിലോമീറ്ററിൽ താഴെ ഓടുന്നവരും ഒരു ബാക്കപ്പ് വണ്ടിയും ഉള്ളവരാണെങ്കിൽ മാത്രം ഓർബിറ്റർ പോലെയുള്ള വണ്ടികൾ വാങ്ങിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇവരുടെ തന്നെ iQube ഉണ്ടല്ലോ, അത് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന ഒരു വണ്ടിയാണ്. അതിന്റെ ഏത് വേരിയന്റ് ആണെങ്കിലും 4 വേരിയന്റുകളും റെക്കമെൻഡബിൾ ആണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി നിർബന്ധമായിട്ടും പറയേണ്ടതായിട്ടുണ്ട്. അതായത് 2 പേരെ വെച്ച് വലിയ കയറ്റങ്ങൾ കയറുന്ന സമയത്ത് ഓർബിറ്ററിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്, അല്ലേ? പക്ഷേ ഓർബിറ്ററിൽ 80 കിലോഗ്രാമിൽ താഴെ ഭാരമുള്ള ഒരാളാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ കയറ്റം കയറാനുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.